ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ 15 ഫ്ലവറിങ് പ്ലാന്റ്സിനെ കുറിച്ചാണ്. നമുക്ക് അധിക ചിലവില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ 15 ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഈ ചെടികൾ നമുക്ക് മഴക്കാലത്ത് പൂക്കൾ തരും കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് ബൊഗൈൻവില്ല പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മുടെ കടലാസ് പൂക്കൾ, പേപ്പർ ഫ്ലവർ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ ബൊഗൈൻവില്ല പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാൻ ആദ്യം കാണിക്കുന്നത്. നമുക്കറിയാം നാടൻ ബൊഗൈൻവില്ല പ്ലാന്റ്സ് ഉണ്ട്, ഹൈബ്രിഡ് ഇനത്തിലുള്ള ബൊഗൈൻവില്ല പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് അധിക ചിലവില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ബൊഗൈൻവില്ല പ്ലാന്റ്സ്. കാരണം നമ്മളിത് പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നല്ലൊരു സൺലൈറ്റ് ഉള്ള ഏരിയയിൽ കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് നിറയെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഹൈബ്രിഡ് ഇനത്തിലുള്ള ബൊഗൈൻവില്ല പ്ലാന്റ്സ് ചട്ടിയിലൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ DAP NPK പോലെയുള്ള ചെറിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. നാടൻ ബൊഗൈൻവില്ല പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മൾ മുറ്റത്തൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിൻ്റെ അടുത്തേക്കേ പോവണ്ട. നമുക്കിങ്ങനെയും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ബൊഗൈൻവില്ല പ്ലാന്റ്സ് കേട്ടോ. നമുക്ക് മഴക്കാലത്തും ബൊഗൈൻവില്ല പ്ലാന്റ്സിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് മഴക്കാലത്ത് എടുത്തൊരു വീഡിയോ ആണ്. ഈ മഴക്കാലം തുടങ്ങിയ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. ഇപ്പോൾ കുറേയൊക്കെ പൂക്കളൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ പൂക്കൾ കഴിഞ്ഞ് ഇപ്പം ജൂൺ തീരാനായി, ജൂൺ 29 അപ്പോൾ നമുക്ക് പിന്നെ ഇതിപ്പോൾ ജൂലൈ ആഗസ്റ്റ് കഴിയുമ്പോഴേക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, ആഗസ്റ്റ് സെപ്റ്റംബർ, എനിക്ക് സെപ്റ്റംബർ മാസത്തിലെ പൂക്കൾ ഉണ്ടാവും. അപ്പോൾ സെപ്റ്റംബർ ആകുമ്പോഴേക്ക് നമുക്ക് വീണ്ടും പൂക്കളൊക്കെ കൊഴിഞ്ഞ് പോയിട്ട് വീണ്ടും പൂക്കൾ ഉണ്ടാവും കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് മഴക്കാലത്തിന് മുമ്പ് മഴക്കാലത്തിന് ശേഷവും, അതായത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. മഴക്കാലം കഴിഞ്ഞതിന് ശേഷം നമ്മളിതിന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ. അപ്പോൾ രണ്ടാമത്തത് വിങ്ക റോസാണ് കേട്ടോ. വിങ്ക റോസ് നമുക്ക് ഒരുപാട് ചിലവില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആട്ടോ വിങ്ക റോസ്. നമ്മളൊരു തൈ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ തൈ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ വിത്ത് വീണിട്ട് നമ്മളെ നിലത്ത് ഉണ്ടായി വരുമല്ല ഒരുപാട് തൈകൾ. അതുപോലെ ഉണ്ടായ ഒരു ഇതാണ് കേട്ടോ ഈ ഒരു കാണിക്കുന്ന വിങ്ക റോസ. നിത്യകല്യാണി, അതുപോലെ തന്നെ നമുക്ക് ഉഷമലരി, ശവനാറി ചെടി എന്നൊക്കെ പറയുന്ന ചെടിയാണ് കേട്ടോ. പല നാട്ടിലും പല പേരിലാണ് കേട്ടോ ഈ ഒരു ചെടി അറിയപ്പെടുന്നത്. ഇതിൻ്റെ സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെയും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഇതിൻ്റെ വിത്ത് വീണിട്ട് നമുക്ക് തൈകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നിറയെ, ഇതൊരു മഴക്കാലം കഴിയാനാവുമ്പോഴുള്ള സമയത്ത്, അതായത് വേനലിൽ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിറയെ പൂക്കൾ. ഈ ഒരു ചെടിക്ക് നമുക്ക് വെയിൽ ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ. ബൊഗൈൻവില്ല പ്ലാന്റ്സിന് വെയിൽ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വിങ്ക റോസിനും വെയിൽ നന്നായിട്ട് ഇഷ്ടമുള്ള ചെടിയാണ്. പക്ഷേ മഴക്കാലത്ത് ഇതിൽ പൂക്കളുണ്ടാവും. മഴക്കാലത്ത് പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചെടിയൊന്ന് ചാഞ്ഞു പോകും. മഴവെള്ളമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ചാഞ്ഞു പോകും. അപ്പോൾ മുറ്റത്തൊക്കെ നട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചട്ടിയിലൊക്കെ നട്ട ചെടിയാണെങ്കിൽ നമ്മൾ വിങ്ക റോസ ചെടിയെ നമ്മൾ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി കൊടുത്താൽ മതി കേട്ടോ. മഴ തട്ടുമ്പോഴാണ് ഇതിൻ്റെ ഇലകളിലൊക്കെ ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്ന് തണ്ടൊക്കെ ചീഞ്ഞ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് തൈകൾ ഒരുപാട് വീണിട്ട് അടുത്ത വേനലിലേക്ക് ഇവിടുന്ന് തന്നെ തൈകൾ ഉണ്ടാക്കി ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് റോഡ് അരികിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വിങ്ക റോസയാണ്. അപ്പോൾ അതിൻ്റെ കൗതുകം കണ്ടിട്ട് എടുത്തൊരു വീഡിയോ. കാരണം അത്രയ്ക്കും പൂക്കൾ കേട്ടോ. അത്രയ്ക്കും പൂക്കൾ ഫോണിലൂടെ എത്രത്തോളം ഭംഗിയായിട്ട് കാണുന്നറിയില്ല. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ നോക്കി ഒരുപാട് ചിലവില്ലാതെ, അതായത് ഇതിപ്പോൾ നനച്ച് കൊടുത്തിട്ടില്ലെങ്കിലോ വളമൊന്നും ഇട്ട് കൊടുത്തില്ല, നമുക്ക് നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റാണ് വിങ്ക റോസ. അടുത്ത് നമ്മുടെ എക്സോറ പ്ലാന്റ് ആണ് കേട്ടോ. എക്സോറ എന്ന് വെച്ചാൽ തെച്ചിച്ചെടി. തെച്ചിച്ചെടീൻ്റെ പല കളറിലുണ്ട്. അതുപോലെ തന്നെ ലീഫിൻ്റെ ഡിഫറൻസിലോ പൂക്കളുടെ കളറിങ്ങിലൊക്കെ ഒരുപാട് തെച്ചിച്ചെടി ഉണ്ട് അല്ലേ. പിങ്ക്, വൈറ്റ്, യെല്ലോ, അതുപോലെ തന്നെ റെഡ്, ലൈറ്റ് പിങ്ക്, അങ്ങനെയുള്ള പല കളറിലും നമുക്ക് തെച്ചിച്ചെടി കാണാം കേട്ടോ. അതിന് ചെറിയ കുഞ്ഞ് ഇല ആയിട്ട്, അതുപോലെ തന്നെ കുറച്ചും കൂടി ലീഫിന് വലിപ്പമുണ്ടാവും, കുറച്ചും കൂടി വലിപ്പമുള്ള ലീഫ്, അങ്ങനെയുള്ള ഒരു മരമാകുന്ന ചെടിയാണ് തെച്ചിച്ചെടി. നമുക്ക് ഇതിന് യാതൊരു കെയറിങ്ങും കൊടുക്കണ്ട കേട്ടോ. നമുക്ക് വേര് പിടിച്ച് കിട്ടിയാൽ യാതൊരു കെയറിങ്ങും കൊടുക്കാതെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആട്ടോ തെച്ചിച്ചെടി. ഇതിൽ നമുക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ തരും കേട്ടോ. ചട്ടിയിലൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് വെട്ടി ഒതുക്കി കൊടുക്കണം. ഇതിപ്പോൾ മുറ്റത്ത് നട്ട ചെടി നമ്മളൊന്നും ചെയ്യണ്ട. ഉണങ്ങിപ്പോയ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വർഷത്തിൽ 2 പ്രാവശ്യം ഒന്ന് മുറ്റത്തുള്ള ചെടി ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഈ ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും വളം ഇട്ട് കൊടുത്തില്ലെങ്കിലൊക്കെ തന്നെ നമുക്ക് പൂക്കൾ തരും. മഴക്കാലത്തും പൂക്കൾ തരുന്നൊരു ചെടിയാണ് കേട്ടോ ഈ എക്സോറ പ്ലാന്റ്. ഇത് മഴക്കാലത്ത് എടുത്തൊരു വീഡിയോ ആണ്. കഴിഞ്ഞ ജൂൺ 20 എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ.
അപ്പോൾ നല്ല മഴയത്ത് ഉള്ള സമയത്തുള്ള ഉള്ള ഒരു പൂക്കളാണ് കേട്ടോ. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് തെച്ചിച്ചെടിയിൽ നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ചിലവില്ലാതെ, അപ്പം നമ്മളിപ്പോൾ അഗ്ലോണിമ കലാത്തിയൊക്കെ വളർത്തുന്ന സമയത്ത് ഇപ്പോൾ അതിനെ നന്നായിട്ട് കെയർ ചെയ്യണോ, അതിൻ്റെ പോട്ടിംഗ് മിക്സ് നമ്മൾ ശ്രദ്ധിക്കണോ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വളം കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം, വെള്ളം കറക്റ്റ് ആവണം, വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തണ്ടി ചീഞ്ഞു, അങ്ങനെയൊക്കെയുള്ള പരാതികളുണ്ട്. പക്ഷേ ഈ ചെടീൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണമെന്നില്ല, പൂക്കൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും കേട്ടോ. അതാണ് മൂന്നാമത്തെ ചെടി, എക്സോറ പ്ലാന്റ് കേട്ടോ. എക്സോറ പ്ലാന്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ചട്ടിയിലും നട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് എക്സോറ. അടുത്തതാണ് ക്രീപ്പിംഗ് ജാസ്മിൻ എന്ന് പറയുന്ന ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റാർ പോലത്തുള്ള നമ്പ്യാർ വട്ടോ. സ്റ്റാർ പോലെ തന്നെ തോന്നിക്കട്ടോ, 5 ഇതളായിട്ടുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളാട്ടോ. അപ്പോൾ ഈ ചെടി നമുക്ക് ഒരു ചിലവില്ലാതെ വളർത്തിയെടുക്കട്ടോ. നമ്മൾ മുറ്റത്തൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. നമുക്ക് ബോർഡ് ഷേപ്പിലാക്കി വെട്ടി ഒതുക്കാൻ പറ്റും, പല ഷേപ്പിലും, ഇനിയിപ്പോൾ പല ഷേപ്പിലാക്കി വെട്ടിയെടുക്കാൻ പറ്റുന്ന, നല്ല ഭംഗി കൂട്ടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിലും വേനൽക്കാലത്താണ് ഒരുപാട് പൂക്കളെങ്കിലും മഴക്കാലത്ത് ഈ ചെടിയിൽ പൂക്കളുണ്ടാകും. ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, നല്ല വെളിച്ചല്ല അല്ലെങ്കിൽ നല്ല സൂര്യപ്രകാശമുള്ള ഏരിയയിൽ നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിക്ക് നമുക്ക് ഒരു ചിലവില്ല കേട്ടോ. നമ്മൾ നനച്ച് കൊടുത്തിട്ടില്ലെങ്കിലും വളം ചെയ്തിട്ടില്ലെങ്കിലും ഒക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരും കേട്ടോ. രാത്രിയും കൂടി ഇതിൻ്റെ വൈറ്റ് പൂക്കളെയും കൂടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. രാത്രിയൊക്കെ ഈ ചെടി നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണുമ്പോൾ. അപ്പോൾ നമുക്ക് ചിലവില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ 4ാമത്തെ ചെടിയാണ് ഈ ഒരു ചെറിയ കുഞ്ഞ് നമ്പ്യാർ വട്ടം അല്ലേ. നല്ല രീതിയിൽ ഇതിൻ്റെ സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെയാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ കാണിച്ച ഈ 4 ചെടികളും നമുക്ക് അങ്ങനെ കീടശല്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ തണ്ട് ചീഞ്ഞു പോകുക അങ്ങനെ ഒന്നുമില്ലാത്ത ചെടികളാണ് കേട്ടോ. അപ്പോൾ അടുത്ത ചെടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പിന്നെ കോളാമ്പിപ്പൂക്കളാണ് കേട്ടോ. കോളാമ്പിപ്പൂക്കൾ എന്ന് പറയുമ്പോൾ അലമാണ്ട പ്ലാന്റ് അല്ലെങ്കിൽ മാൻഡിവില്ല എന്നൊക്കെ പറയുന്ന ചെടിയാണ്. ഇത് നമുക്ക് പിന്നെ PVC പൈപ്പിൽ നടാൻ പറ്റുമോ, അതുപോലെ നമുക്ക് പിന്നെ ചട്ടിയിൽ നട്ടു കൊടുക്കുക, മുറ്റത്ത് നട്ടു കൊടുക്കുക. അപ്പോൾ നമ്മൾ മുറ്റത്താണ് നട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിന് ഒരു വളം ഒന്നും നമ്മൾ ചെയ്യേണ്ട കേട്ടോ. ഒരു കമ്പ് നട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതെല്ലാ സമയത്തും നമുക്ക് പൂക്കൾ തരും കേട്ടോ. വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു കോളാമ്പി ചെടി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനൊരു കെയറിങ്ങോ അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, വളം ഒന്നും ഇട്ട് കൊടുക്കണ്ട. പിന്നെ ചട്ടിയിലൊക്കെ നടുന്ന ചെടിയാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു കോളാമ്പി ചെടി നമുക്ക് ഒരു പൈസ ചിലവില്ലാതെ നമുക്കൊരു കമ്പ് എവിടെന്നെങ്കിലും ഒരു സ്റ്റെമ്മ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറയെ നമുക്കിങ്ങനെ പൂക്കൾ, നമ്മുടെ ഗാർഡനിൽ പൂക്കൾ, യെല്ലോ കളറുള്ള നല്ല പൂക്കൾ, ഇതിൻ്റെ വേറെയും കളർ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പിന്നെ ഒരു ചിലവില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ ഈ ഒരു കോളാമ്പി ചെടി കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്, ഈ ഒരു ഗ്രീനും ഒരു മഞ്ഞ യെല്ലോയും കൂടി കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് നല്ല വെളിച്ചം അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ നട്ട് കൊടുത്താൽ മതി. പക്ഷേ മഴക്കാലത്ത് നിറയെ പൂക്കൾ തരും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ഞാൻ കാണിക്കില്ല, 15 ചെടികളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, വീണ്ടും പറയുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് സ്റ്റെമ്മ്, ഈ ചെടിയും അതുപോലെ തന്നെ തെച്ചിച്ചെടിയൊക്കെ നമുക്ക് സ്റ്റെമ്മ്, അതുപോലെ തന്നെ നമ്പ്യാർ വട്ടൊക്കെ അതിൻ്റെ തണ്ടിന് കുറച്ചൊരു ഒരു തടിയുള്ളത് കൊണ്ട് തന്നെ പിടിച്ച് കിട്ടാൻ കുറച്ച് പണിയാണെങ്കിലും നമുക്ക് പിടിച്ച് കിട്ടിയാൽ നമുക്ക് അവിടെ നിൽക്കും കേട്ടോ. അടുത്ത് നമ്മുടെ ഒരു കൊങ്ങിണി ചെടിയാണ് കേട്ടോ, ലെൻഡാന പ്ലാന്റ്സ്. അപ്പോൾ ഈ കൊങ്ങിണി ചെടി നല്ല ഉയരത്ത് പോയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പൂക്കൾ തരും, ഒരു ചിലവുമില്ല കേട്ടോ. നമ്മൾ മുറ്റത്തൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിത്രശലഭം കണ്ടില്ലേ കളിക്കുന്നത്, പിന്നെ നമുക്ക് മുറ്റത്തൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിതിന് വെള്ളവും വളവും ഒന്നും കൊടുത്തില്ലെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ തരും കേട്ടോ. ഒരുപാട് പൂക്കളുണ്ട്, ഇനിയിപ്പോൾ പൂക്കളൊന്നും കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേനൽക്കാലത്താണ് ഒരുപാട് പൂക്കൾ തരുന്നതെങ്കിലും മഴക്കാലത്ത് ഇതിൽ കുറച്ച് പൂക്കൾ ഉണ്ടാവും കേട്ടോ. മഴക്കാലത്ത് കണ്ടില്ലേ, ഇതിപ്പോൾ പൂക്കൾ കൊഴിഞ്ഞു പോകും കേട്ടോ. നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് കുറേശ്ശെ നമുക്ക് പൂക്കൾ കൊഴിഞ്ഞു പോകും. ഇത് നമുക്ക് സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കേട്ടോ. അടുത്തത് ഇതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. ഇത് നല്ല വൈറ്റ് നിറത്തിലുള്ള നല്ലൊരു പൂവാണ് കേട്ടോ. ഇത് നമ്മുടെ ക്രീപ്പിംഗ് ജാസ്മിൻ, അതായത് നമ്പ്യാർ വട്ടല്ല കേട്ടോ, വേറൊരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണാം. ഇപ്പോൾ എനിക്ക് പേര് കിട്ടുന്നില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേനൽക്കാലത്തും മഴക്കാലത്തൊക്കെ പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ ഇത്. ഇതിനു നല്ലൊരു സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് നട്ടു കൊടുക്കേണ്ടത്. നമ്മൾ വളം കൊടുത്തിട്ടില്ലെങ്കിലും വെള്ളം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇതിന് നിറയെ നമുക്ക് പൂക്കൾ തരും കേട്ടോ.
ഇപ്പോൾ ഒരുപാട് ചെടികളുണ്ട് നമ്മളൊന്നും ഒരു കെയറിങ്ങും ചെയ്യാതെ നമുക്ക് പൂക്കൾ തരുന്നത്. അങ്ങനെയുള്ള ചെടികൾ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചെടികൾ ഒരുപാട് നോക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ചെടികളൊക്കെ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമുക്ക് നട്ടുകൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത ചെടി നമ്മുടെ പണ്ടേത്തെ ചെടിയാണ് കേട്ടോ, ഈ കനകാമ്പര ചെടി കേട്ടോ. കനകാമ്പര ചെടി നല്ല എന്താ പറയുക, നന്നായിട്ട് നമുക്ക് ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് യാതൊരു കെയറിങ് ഇല്ല കേട്ടോ. ഇതുപോലെ തണ്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് കനകാമ്പര ചെടി. പണ്ടൊക്കെ മുല്ലേൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ഒരു ചെടി പൂവായിരുന്നല്ലോ. അപ്പോൾ ഇതൊന്നും കാണാനില്ല. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഗാർഡനിൽ നന്നായിട്ടൊന്ന് വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെയാണ് നമ്മൾ പുതിയ തൈകൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മളതൊന്നും കാണാതെ പോവുകയാണെന്നാണ് സത്യം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് നിറയെ പൂക്കൾ തരും കേട്ടോ. ഇത് നമ്മുടെ മുസാണ്ട ചെടിയാണ് കേട്ടോ. മുസാണ്ട ചെടി കുറച്ച് നല്ല ഹൈറ്റിലായിക്കൊണ്ട് ലോങ് ആയിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. മുസാണ്ട ചെടി നമുക്കറിയാം, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട് അല്ലേ, യെല്ലോ ഉണ്ട്, ഓറഞ്ച്, പല കളറിലുണ്ടല്ലേ മുസാണ്ട ചെടി. അപ്പോൾ ഇതൊരു ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ, മഴയത്ത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് നമുക്ക് നിറയെ പൂക്കൾ തരും കേട്ടോ. മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റാണ്. നമുക്ക് യാതൊരു കെയറിങ് ഇല്ല കേട്ടോ. നമ്മൾ കമ്പ് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. പൂക്കളല്ല, ഇതിൻ്റെ ഒരു ഇല ആണെന്നാണ് പറയുന്നത്, പക്ഷേ നമുക്ക് പൂക്കൾ തരുന്ന പ്ലാന്റാണ്. അടുത്ത നമ്മുടെ മോസ് റോസ്, അതായത് നമ്മുടെ 10 മണി ചെടിയാണ് കേട്ടോ. 10 മണി ചെടി നമുക്ക് ഇതുപോലെ തന്നെ നിറയെ മഴക്കാലത്തും പൂക്കൾ തരും. വേനൽക്കാലത്താണ് ഒരുപാട് പൂക്കളെങ്കിലും മഴക്കാലത്ത് നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് ഒരു ചിലവുമില്ല കേട്ടോ. നമ്മളിത് ഒരു പരന്ന ചട്ടിയിലൊക്കെ അല്ലെങ്കിൽ മണ്ണിലൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചിലവ് നന്നായിട്ട് കുറഞ്ഞിട്ടുള്ള, നമുക്ക് ചിലവ് കുറവാണ്, പൂക്കൾ ഒരുപാട് തരുന്ന നല്ലൊരു പ്ലാന്റാണ്. പല കളറിലും ഈ ഒരു ചെടി ഉണ്ട് കേട്ടോ. പല കളറിൽ പൂക്കളുള്ള ചെടികളുണ്ട്. ഇത് നമ്മുടെ എന്താണ് സൺസെറ്റ് ബെൽസ് എന്നൊക്കെ പറയുന്ന ചെടിയാണ്. സൺസെറ്റ് ബെൽസ് അങ്ങനെ എന്തോ പേരാണ്. അപ്പോൾ ഈ ചെടി നമുക്ക് പറമ്പിലൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇതും നല്ല നിറയെ നമുക്കൊരു ചിലവില്ലാണ്ട് നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതിന് ഒരുപാട് വെയിലിഷ്ടമല്ല കേട്ടോ. ഇതുവരെ ഞാൻ വെയിലിഷ്ടമുള്ള ചെടിയാണ് കാണിക്കുന്നെങ്കിലും ഇത് മഴയത്താണ് കേട്ടോ കൂടുതലായിട്ട് നമുക്ക് ഫ്ലവറിങ് തരുന്നത്. മഴ പെയ്യുന്ന സമയത്ത്, മഴക്കാലത്താണ് ഇതിന് കൂടുതലായിട്ട് പൂക്കൾ തരുന്നത്. ഇതും നല്ല ഭംഗിയാണ്. ഇത് നമുക്കൊരു ചിലവില്ല കേട്ടോ. നമുക്ക് ചിലവില്ല എന്ന് പറയാൻ കാരണം, നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരുപാട് തൈകളൊക്കെ പൊട്ടി വരും. അതിലൊക്കെ നമുക്ക് നിറയെ പൂക്കളുണ്ടാകും. ഓറഞ്ച് യെല്ലോ കളറിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗാർഡനിൽ അല്ലെങ്കിൽ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് നമുക്ക് ചട്ടിയിലോ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ചെടിയാണ്. ഇതൊക്കെ പണ്ട് കാലം മുതലേ ഉള്ള ചെടികളാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ 12ാമത്തെ ചെടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇതാണ് കേട്ടോ. എന്താ പറയുക, പിന്നെ 12 13 എണ്ണം കിട്ടിയിട്ടില്ല. നമ്മുടെ ചെമ്പരത്തിയാണ്. ചെമ്പരത്തിൻ്റെ പല സൈസിൽ ഹൈബ്രിഡ് ഇനത്തിൽ ചെമ്പരത്തി ഉണ്ട്, നാടൻ ചെമ്പരത്തി ഉണ്ട്, പല കളറിൽ, പിങ്ക്, വൈറ്റ്, യെല്ലോ, പല കളറിലുള്ള ചെമ്പരത്തി, സിംഗിൾ പെറ്റലിലും ഡബിൾ പെറ്റലിലൊക്കെ പല കളറിലുള്ള ചെമ്പരത്തി പൂക്കളുണ്ടല്ലേ. അപ്പോൾ ചെമ്പരത്തിപ്പൂ നമ്മൾ നട്ട് കൊടുക്കുക, നമ്മളൊന്നും ചെയ്യേണ്ട. ചെമ്പരത്തി ഇഷ്ടം പോലെ അങ്ങ് ഉണ്ടാവും അല്ലേ. അതാണ്, ഒന്നും ഒരു വളവും ചെയ്യേണ്ട. ഇത് നമ്മുടെ പീസി ലില്ലിയാണ് കേട്ടോ. പീസി ലില്ലി നമ്മൾ നിലത്തൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ പീസി ലില്ലിക്ക് ഒരുപാട് പൂക്കളുണ്ടാകും. ഇത് നമ്മൾ ഒരുപാട് കെയറിങ് ഒന്നും കൊടുത്തില്ലെങ്കിലും ഇങ്ങനെ തൈകൾ പൊട്ടി നമ്മളൊരു തൈ നട്ടിട്ടുണ്ടെങ്കിൽ ഒരു വർഷമാകുമ്പോഴേക്ക് അവിടെ ഒരു 5-8 തൈകളാകും. 2 വർഷമാകുമ്പോഴേക്ക് ഇഷ്ടം പോലെ തൈകളായിട്ട് നമുക്ക് ഒരുപാട് വൈറ്റ് പൂക്കൾ തരും. ആന്തൂര്യത്തിൻ്റെ പൂക്കൾ പോലെയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത്ര നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു പീസി ലില്ലി കേട്ടോ. അപ്പോൾ പീസി ലില്ലി പ്ലാന്റ്സും നമ്മൾ യാതൊരു കെയറിങ്ങും ചെയ്യേണ്ട. ചട്ടിയിലൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കെയറിങ് ചെയ്യണം. ഇത് ചട്ടിയിൽ നട്ടതല്ല, നമ്മളിതൊരു മുറ്റത്ത് നട്ടിട്ടുള്ള ചെടിയാണ്. ഇപ്പോൾ 14ാമത്തെ ചെടി എന്ന് പറയുന്നത് നമ്മുടെ ഈ നാഗചെമ്പക കേട്ടോ. നാഗചെമ്പകത്തിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണണം. ഒരുപാട് ആളുകൾ കണ്ട വീഡിയോ ആണ്. അപ്പോൾ നാഗചെമ്പകത്തിൻ്റെ ഇതും പൂക്കൾ നമുക്ക് വേനൽക്കാലത്തും മഴക്കാലത്തും കിട്ടുന്ന പൂക്കളാണ് കേട്ടോ. ഇതിനും നമുക്ക് ഒരു ചിലവില്ല. നമ്മൾ നട്ട് കൊടുത്ത് പറമ്പിലൊക്കെ നട്ട് കൊടുത്തിട്ട് തനിയത് വളവും വെള്ളവും ഒന്നും കൊടുത്തില്ലെങ്കിൽ തനിയെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. നമ്മൾ നട്ട് കൊടുത്താൽ മതി, പിന്നെ നമ്മളൊന്നും നോക്കണ്ട, ഇഷ്ടം പോലെ പൂക്കൾ തരും. ഇതിൻ്റെ ഇലയുടെ ഷേപ്പാണ് ഇതിൻ്റെ നാഗചെമ്പകം എന്ന് പറയുന്നത്. വൈറ്റ് നിറത്തിലുള്ള ചെമ്പകത്തിന് തോന്നിക്കുന്ന ഒരു പൂവാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു നമ്പ്യാർ വട്ടാണ് കേട്ടോ. കുറച്ചും
കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു നമ്പ്യാർ വട്ടമാണ്. ഇത് നമുക്ക് പണ്ട് കാലം മുതലേ നമ്മൾ കാണുന്നതാണ്. ഒരുപാട് പൂക്കൾ തരുന്ന പ്ലാന്റാണ് കേട്ടോ ഇത്. ഇതൊന്നും നമ്മൾ കാണാതെ പോകരുതോ. ഇതൊന്നും ഒരു വളവും ചെയ്യേണ്ട, നമ്മളൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഇവർ നമുക്ക് നല്ല വൈറ്റ് നിറത്തിലുള്ള ഒരുപാട് പൂക്കൾ തരും കേട്ടോ. നമുക്ക് മതിലരികിലൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് നേരത്തെ ഞാൻ കാണിച്ച കുഞ്ഞു കുഞ്ഞ് പിന്നെ ക്രീപ്പിംഗ് ജാസ്മിൻ്റെ ഒരു കുറച്ച് വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ ഇത്. ഇതാണ് നമ്മുടെ നമ്പ്യാർ വട്ടം, ശരിക്കും പറയുന്ന നമ്പ്യാർ വട്ടം എന്ന ചെടി. പണ്ട് കാലത്തെ നമ്മൾ കാണുന്ന നമ്പ്യാർ വട്ട ചെടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ 15ാമത്തെ കേട്ടോ, 15ആണോ 16ആണോ അറിയില്ല, 15ാമത്തെ ചെടിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരും എനിക്ക് കിട്ടുന്നില്ല. ഇത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഇത് നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് ജിഞ്ചർ പ്ലാന്റ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.